കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ 3 സ്ഥാനാർത്ഥികളുടെയും പ്രചരണ പരിപാടികൾ തുടരുകയാണ്. നമ്മളിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ KN ബാലഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പര്യടനത്തിനൊപ്പമാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ ഇട്ടിവ ഗ്രാമപഞ്ചായത്തിൽ ചുണ്ടയിൽ നിന്നാണ് KN ബാലഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ആരംഭിച്ചത്. സ്നേഹിതരെ, നമ്മളേവരും പ്രതീക്ഷിച്ചിരുന്ന പ്രിയങ്കരനായ സഖാവ് KN ബാലഗോപാൽ ഇവിടെ എത്തി. എല്ലാ ബഹുജനങ്ങളും സ്വീകരിക്കുവാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. കൊല്ലത്തെ പോരാട്ടം രാഷ്ട്രീയ പോരാട്ടമാണ്, കേരളത്തിലാകെ രാഷ്ട്രീയ പോരാട്ടമാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കൊല്ലത്തെ സംബന്ധിച്ച് മറ്റേതൊരു സ്ഥലത്തേക്കാളും കൂടുതൽ രാഷ്ട്രീയമായൊരു മാനമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ അടിസ്ഥാനമില്ല. പക്ഷേ BJPയുടെ രഹസ്യമായ ധാരണയെ സംബന്ധിച്ചുള്ള പരാതി വന്ന സ്ഥലങ്ങളിലൊന്ന് കൊല്ലമാണെന്നുള്ള പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷ മുന്നണിക്കകത്ത് നിന്നിട്ട് അവസാന നിമിഷം ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകളോട് അടിസ്ഥാനപരമായ വിയോജിപ്പൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ഇടതുപക്ഷത്ത് നിന്ന് അപ്പുറത്തേക്ക് UDFിലേക്ക് പോയി രാഷ്ട്രീയ വഞ്ചന കാണിച്ച ഒരു മുന്നണിയുടെ പ്രതിനിധിയാണ് അന്ന് പാർലമെന്റ് അംഗമായത്. അദ്ദേഹം ഇപ്പോഴും നിൽക്കുന്നു. ഇടതുപക്ഷത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ച വളരെ രാഷ്ട്രീയ മര്യാദയില്ലാത്തൊരു സമീപനം കാണിച്ച് പോയ ആളുകളുടെ നിലപാടുകൾ ജനങ്ങളുടെ മുമ്പിൽ കൂടുതൽ വ്യക്തമായിട്ടുണ്ട് എന്നുള്ള രാഷ്ട്രീയം കൂടിയുണ്ട്. RSPക്കകത്തൊപ്പം പോയിരുന്ന ആളുകൾ തിരിച്ചു വരികയും RSPക്കാർ വളരെ ഖിന്നരായിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ രാഷ്ട്രീയമായി ഇടതുപക്ഷ മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് കൊല്ലം ജില്ലയിലെ ഇടതുപക്ഷത്തെ തകർക്കാനും കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കാനും നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഒരു തുടർന്നുള്ള രക്ഷണം. കാരണം കൊല്ലത്തെ ഇടതുപക്ഷത്തെ തകർത്ത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി തകർത്ത് ബംഗാൾ പോലെയും ത്രിപുര പോലെയും ആക്കാനുള്ള ഒരു വലിയ ഗൂഢാലോചനയാണ് കഴിഞ്ഞ പ്രാവശ്യം നടന്നത്. കൊല്ലം ജില്ലയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി RSPയിൽ അപ്പുറത്ത് പോയ ജനങ്ങൾ ഉൾപ്പെടെ ചേർന്നുകൊണ്ടാണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും അസംബ്ലി തെരഞ്ഞെടുപ്പിനും ഇടതുപക്ഷത്തിന് ഉജ്ജ്വലമായ വിജയം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ആ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിനേക്കാളും. അപ്പം അങ്ങനെയുള്ള രാഷ്ട്രീയ വഞ്ചനയുടെയും കാലുമാറ്റത്തിൻ്റെ അടക്കം കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യുന്നൊരു തെരഞ്ഞെടുപ്പാണ് ഇത്. ചെങ്കൊടിത്തണലിൽ വീണ്ടും ഇങ്കുലാവും മുഴങ്ങും, രക്തസാക്ഷികൾ ഉയർക്കും, മാനവരണി ചേർന്നിടും. ഒറ്റുകാരാണങ്ങും നമ്മെ തളയ്ക്കുവാൻ ഉണരൂ സഖാക്കളെ, നമ്മൾ പോരാടണം. രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളമുണ്ട് എന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്ത്യയുടെ ജനാധിപത്യവും ഇന്ത്യയുടെ മതേതരത്വവും ഇന്ത്യയുടെ പുരോഗതിയും ആകെ തകർക്കുന്ന BJP കഴിഞ്ഞ 5 വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണം അവസാനിപ്പിച്ച് ജനങ്ങൾക്ക് ഗുണകരമായ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന വരുമാനവും തൊഴിലും സംരക്ഷണവും ഉറപ്പാക്കുന്ന ഒരു ഭരണമുണ്ടാകണം, മതനിരപേക്ഷ ഗവൺമെൻറ് ഉണ്ടാവണം. അതിനായിട്ട് ഇടതുപക്ഷത്തിൻ്റെ ശക്തി വർദ്ധിച്ചേ കഴിയൂ. BJPയുടെ രാഷ്ട്രീയത്തെ എതിർക്കാൻ തയ്യാറാവാതെ BJPയുടെ കൂടാരത്തിലേക്ക് പോകുന്ന പല വലതുപക്ഷ പാർട്ടികളുടെയും ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. അതിനെയെല്ലാം നേരിട്ടുകൊണ്ട് ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുവാൻ രഹസ്യമായും പരസ്യമായും BJPക്ക് കൂട്ടുചേർന്ന് സന്ധികളുണ്ടാക്കുന്ന UDFിൻ്റെ അടക്കം വാർത്തകളെപ്പറ്റി നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇടതുപക്ഷത്തിനെ ശക്തിപ്പെടുത്തുവാൻ എല്ലാവരും അതിശക്തമായിട്ട് മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ പിന്തുണയും അഭ്യർത്ഥിക്കുന്നു. ഈ ധമനികളിൽ ഒഴുകുമ്പോൾ ഇനിയൊരു ശക്തിക്കും നാടിനെ അടിയറ വയ്ക്കില്ല. ഈ ധമനികളിൽ ഒഴുകുമ്പോൾ ഇനിയൊരു ശക്തിക്കും നാടിനെ അടിയറ വയ്ക്കില്ല. LDF സ്ഥാനാർത്ഥി ശ്രീ KN ബാലഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ഇട്ടിവ ഗ്രാമപഞ്ചായത്തിൽ തുടരുകയാണ്. സ്ഥാനാർത്ഥി എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഇട്ടിവ ഗ്രാമപഞ്ചായത്തിലെ മലപ്പേര് സ്ഥലത്താണ് സ്ഥാനാർത്ഥി സ്വീകരണത്തിനായി എത്തിയിരിക്കുന്നത്. സ്ഥാനാർത്ഥിയാണ് കടന്നു വരികയും ചെയ്തത്. നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സഖാവ് KN ബാലഗോപാൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങൾ നേരിൽ കാണാൻ, വോട്ടഭ്യർത്ഥിക്കാൻ, നിങ്ങൾ നൽകുന്ന സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങാൻ ഈ നാടിന്റെ ജനനായകൻ സഖാവ് KN ബാലഗോപാൽ. ഏത് രീതിയിലാണ് ദേശീയ രാഷ്ട്രീയത്തെ പ്രചരണ ആയുധമാക്കി മുൻനിർത്തി LDF വോട്ട് നേടുന്നത്?
ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ദേശീയ രാഷ്ട്രീയവും പൊതുരാഷ്ട്രീയം തന്നെയാണ്, അല്ലാതെ സ്ഥാനാർത്ഥികളോ വ്യക്തിപരമായോ ഇവിടുത്തെ ചെറിയ ചെറിയ കാര്യങ്ങളല്ല. ഇന്ത്യയുടെ ഭരണത്തിൻ്റെ പ്രശ്നമാണ്. BJP ഗവൺമെൻറ് അങ്ങേയറ്റം ജനവിരുദ്ധമാണ്. അവരധികാരത്തിൽ നിന്ന് പോയേ കഴിയൂ. അതിന് പകരം ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് ഉണ്ടാവണം, പുരോഗമന ആശയങ്ങളുള്ള ഗവൺമെൻറ് ഉണ്ടാവണം. എല്ലാ മേഖലയിലും ജീവിത ദുരിതം, വിലക്കയറ്റമായാലും കാർഷിക തകർച്ചയായാലും തൊഴിലില്ലായ്മയായാലും കൂലി കുറവായാലും പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകരുന്നതായാലും അതോടൊപ്പം തന്നെ വർഗീയതയുടെ പേരിൽ ആളുകളെ മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും എല്ലാം സംഘർഷത്തിൽപ്പെടുത്തി ആക്രമിക്കുന്നതായ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാവുന്ന ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് വരണം. അതിന് ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് കേരളത്തിൽ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടതെന്നാണ് ഞങ്ങൾ പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ 2 നേതാക്കന്മാർ, അഖിലേന്ത്യാ നേതാക്കന്മാർ തന്നെ BJP ചേരുകയും അതിനകത്ത് ഒരാൾ ആലപ്പുഴയിലെ BJP സ്ഥാനാർത്ഥിയായി ഡോക്ടർ രാധാകൃഷ്ണൻ മത്സരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കേരളത്തിലെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് കോൺഗ്രസിൻ്റെ എത്രത്തോളം ഉണ്ട് ഉറപ്പെന്ന്. അതിനേക്കാളുപരി 5 സീറ്റുകളിൽ BJPയുടെ അങ്ങനെ 5 പാർലമെൻറ്റ് സീറ്റുകളിൽ BJP കോൺഗ്രസുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണയുണ്ട് എന്നുള്ള ആരോപണമുണ്ട്. ഈ കൊല്ലം സീറ്റടക്കം അങ്ങനെ ആരോപണം നേരിടുന്ന സീറ്റാണ്. BJPയുടെ സ്ഥാനാർത്ഥി കാര്യമായി പ്രവർത്തന രംഗത്തില്ല എന്ന പ്രശ്നം ഇപ്പോൾ തന്നെ സജീവമായി വന്നിട്ടുണ്ട്, ആളുകൾക്ക് അറിയുന്നതാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ BJPക്കെതിരായിട്ടുള്ള നിലപാടെടുക്കാൻ, BJPയുടെ രാഷ്ട്രീയത്തിനെതിരായിട്ട്, RSSന്റെ രാഷ്ട്രീയത്തിനെതിരായി നിലപാടെടുക്കാനായിട്ട് UDFിലെ പല കക്ഷികൾക്കും കഴിയുന്നില്ല എന്നുള്ള പ്രശ്നം കൂടി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുണ്ട്. കൊല്ലത്തിന്റെ ഹൃദയത്തിൽ സ്നേഹാക്ഷരങ്ങൾ കൊണ്ടെഴുതിയ പോരാട്ടത്തിന്റെ മറുപേര് സഖാവ് KN ബാലഗോപാൽ. 4 പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം തുടർ ചെയ്ത കരകളന്റെ കമ്മ്യൂണിസ്റ്റുകാരൻ സഖാവ് KN ബാലഗോപാൽ. നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സഖാവ് KN ബാലഗോപാൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങൾ നൽകിയ പേരിൽ കാണാൻ വോട്ടഭ്യർത്ഥിക്കാൻ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയായി എത്തിച്ചേർന്നിരിക്കുന്നു. ഏതെല്ലാം വികസന വിഷയങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളായി ഉയർത്തിക്കാട്ടുന്നത്? സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ അത്ഭുതകരമാണ് ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ളത്. കൊല്ലം ജില്ലയിൽ മാത്രം 4000-ലധികം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ ഒരു 3 വർഷം കൊണ്ട് 1000 ദിവസം കൊണ്ട് നടന്നിട്ടുണ്ട്. 4000 കോടിയിലധികം. കൊല്ലം ബൈപ്പാസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഗവൺമെന്റ് വന്നില്ലായിരുന്നെങ്കിൽ ആ ബൈപ്പാസ് പൂർത്തീകരിക്കുമായിരുന്നില്ല. ആ ബൈപ്പാസിന്റെ പ്രവർത്തനം മാത്രമല്ല, കൊല്ലത്തെ നാഷണൽ ഹൈവേകൾ, ചെറുതും വലുതുമായ റോഡുകൾ, വലിയ തോതിലാണ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഡെവലപ്മെന്റ് ഉണ്ടായത്. കൊല്ലം നഗരത്തിലെ തുറമുഖ മേഖലയിൽ കൂടി കടന്നുപോകുന്ന റോഡുകൾ, അതുപോലെ സിറ്റിക്കകത്ത് കായലിന്റെ മേളിൽ കൂടി പോകുന്ന പുതിയ റിംഗ് റോഡ് എല്ലാം ഈ ഘട്ടത്തിലാണ് പൂർത്തീകരിച്ചത്. KMMLന് നഷ്ടത്തിലായിരുന്നു, UDF ആയിരുന്നപ്പോൾ നഷ്ടത്തിലായിരുന്നു. ആ നഷ്ടത്തിലായിരുന്ന KMML ഇപ്പം 183 കോടി രൂപ ലാഭമായി. UDF ആണ് ഭരിച്ചിരുന്നെങ്കിൽ KMML വിറ്റു തുളച്ചേനെ, അത്ര നഷ്ടമായിരുന്നു. അപ്പോൾ അത് ലാഭത്തിലായി. സെറാമിക്സും മീറ്റർ കമ്പനിയും അടക്കമുള്ള കമ്പനികൾ റിവൈവ് ചെയ്തു. കേരളടക്കം സ്വകാര്യ മേഖലയിലുള്ള അലിൻഡിന് പണം അനുവദിച്ച് അവിടെ അലിൻഡ് തുറന്നു പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചു. കൊല്ലം പോർട്ട് തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. തീരദേശ മത്സ്യമേഖലയ്ക്ക് വികസനങ്ങളുണ്ടായി. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക കേന്ദ്രം, ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള സാംസ്കാരിക കേന്ദ്രം കൊല്ലത്ത് 40 കോടി രൂപയ്ക്ക് ഇപ്പോൾ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വലിയ പ്രവർത്തനം നടക്കുന്ന ടൂറിസത്തിന്റെ ഡെവലപ്മെന്റ് വലിയ തോതിലുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് കൊല്ലത്തെ സംബന്ധിച്ച് കശുവണ്ടി മേഖലയിലെ ഗവൺമെന്റ് ഇടപെടലാണ്. LDF എന്ന നിലയിൽ രാഷ്ട്രീയമായി തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രചരണ വിഷയം, അതിനെ ഏത് രീതിയിലാണ്, അതിനെ മറ്റൊരു രീതിയിൽ UDFും BJPയും ഒക്കെ കൗണ്ടർ ചെയ്യുന്നുണ്ട്? കഴിഞ്ഞ ഇലക്ഷന് ഇല്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDFിനകത്തേക്ക് പോയ സ്ഥാനാർത്ഥിയും അവരും തയ്യാറായത്. അപ്പോൾ അന്ന് പറഞ്ഞൊരു കാര്യം, അന്ന് BJPയുടെ സ്ഥാനാർത്ഥി അവരുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ആദ്യം. ആ സ്ഥാനാർത്ഥിയെ രാജിവെപ്പിച്ചിട്ട് വേറൊരു സ്ഥാനാർത്ഥി വന്നു. ഇപ്രാവശ്യം വന്ന സ്ഥാനാർത്ഥിയെ പൊതുവിൽ വലിയ തോതിൽ ആളുകൾക്ക് അങ്ങനെ സജീവമായി അങ്ങനെ വരുന്നൊരു സ്ഥാനാർത്ഥിയാണെന്ന് ധാരണയില്ല. അദ്ദേഹം അത്ര സജീവമായി പ്രവർത്തിക്കുന്നൊരു സ്ഥാനാർത്ഥിയല്ല, മറ്റാർക്കോ വേണ്ടി പ്രവർത്തിക്കാൻ വന്നൊരു സ്ഥാനാർത്ഥിയാണെന്ന് തോന്നൽ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അത് സത്യമാണ്. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, കുറച്ചുകൂടി വ്യക്തമായിട്ട് ഇപ്പോൾ ആളുകൾക്കറിയാം. ഇപ്പോൾ ഈ പ്രദേശത്തൊക്കെ നിൽക്കുന്ന
BJP പ്രവർത്തകരോട് നിങ്ങൾ രഹസ്യമായിട്ടൊന്ന് ചോദിച്ചാൽ പോലും അവരും പറയും ഇത് ഞങ്ങൾക്ക് യാതൊരു ധാരണയില്ല ഇങ്ങനെ സ്ഥാനാർത്ഥി. അപ്പോൾ BJPക്കാർക്ക് അറിഞ്ഞുകൂടാ, UDFകാർക്കകത്താണെങ്കിലും അസംതൃപ്തിയുണ്ട്. ഇങ്ങനെ UDFന്റെ ഒരു സ്ഥാനാർത്ഥിയെ സഹായിക്കാനായിട്ട് ഒരു BJP സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ളൊരു സ്ഥാനാർത്ഥിയുടെ വിശ്വാസ്യതയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ വരും. അതൊക്കെ UDF ഒക്കെ ചർച്ച ചെയ്യേണ്ടത്. അതായത് ജനങ്ങളുടെ മനസ്സിലുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊപ്പം ആ പ്രചരണത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി മുന്നോട്ട് വയ്ക്കുന്നത് ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കൊപ്പം സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ വികസന പ്രശ്നങ്ങൾ കൂടിയാണ്. മാത്രമല്ല മണ്ഡലത്തിലെ പൊതു രാഷ്ട്രീയ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ പൊതു രാഷ്ട്രീയ പ്രശ്നങ്ങളും അതിനൊപ്പം ചർച്ച ചെയ്യുന്നുണ്ട്. അത്തരം എല്ലാ വിഷയങ്ങളും ഉയർത്തി തന്നെയാണ് LDF സ്ഥാനാർത്ഥിയുടെ പ്രചരണം പുരോഗമിക്കുന്നത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി KN ബാലഗോപാലിന്റെ പര്യടനം തുടരുകയാണ്. അത് വരും ദിവസങ്ങളിലും മറ്റു പല മേഖലകളിലും മണ്ഡലത്തിലെ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിന്റെ പല മേഖലകളിലും തുടരുകയും ചെയ്യും. ന്യൂസ് 18 മറ്റൊരു സ്ഥാനാർത്ഥിക്കൊപ്പം പര്യടനം തുടരും. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ശ്രീ KV സാബുവാണ് നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹം ഇപ്പോൾ കൊല്ലം ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ കലയം കാഷ്യൂ ഫാക്ടറിയിലാണ് ഇപ്പോൾ സന്ദർശനം നടത്തുന്നത്. പ്രിയപ്പെട്ട ചേച്ചിമാര്, പെങ്ങന്മാര്, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. ഞാൻ 2-3 ദിവസമായിട്ട് ഈ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലെ കാഷ്യൂ ഫാക്ടറി കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുകയാണ്. എൻ്റെ പേര് അഡ്വക്കേറ്റ് സാബു എന്നാണ്. ഞാൻ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലെ NDAയുടെ BJP സ്ഥാനാർത്ഥിയാണ്. ആദ്യമായിട്ട് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ താമര ചിഹ്നത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ താഴ്മ അപേക്ഷിക്കുകയാണ്. കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KV സാബുവാണ് നമുക്കൊപ്പം ചേരുന്നത്. തീർച്ചയായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ദേശീയ പ്രാധാന്യം അർഹിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ്. 2014 BJP നയിക്കുന്ന NDA പ്രധാനമായും 2 കാര്യങ്ങൾ പറഞ്ഞാണ് അധികാരത്തിൽ വോട്ട് ചോദിച്ചത്. ഒന്ന്, ഈ രാജ്യത്ത് ശക്തമായ ഒരു ഗവൺമെൻറ് വേണം, ശക്തനായ ഒരു നേതാവ് വേണം, ശക്തമായ ഒരു ഭരണ സംവിധാനം വേണമെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ അഴിമതിരഹിതമായ ഒരു ഭരണം ഈ ഇന്ത്യ മഹാരാജ്യത്ത് കാഴ്ചവെക്കണമെന്നുള്ളതാണ്. കഴിഞ്ഞ 5 വർഷത്തെ ഭരണം നോക്കൂ. വിപ്ലവകരമായ വികസന പ്രവർത്തനങ്ങളാണ് ഈ ഭാരതം മുഴുവൻ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 150% ഉറപ്പാണ് 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മെയ് 20 ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി 2ാം ഊഴത്തിന് ഇവിടെ പ്രധാനമന്ത്രിയാകും. ഒരു സംശയമില്ല. സ്ത്രീജനത്തിന്റെ രക്ഷയായ ചൗക്കിദാർ, യുവജനത്തിനൂർജമായ ചൗക്കിദാർ, അബലരോട് സന്ധി ചേർന്ന ചൗക്കിദാർ. കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KV സാബു ഇപ്പോൾ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ പോരടം ഗണപതി നടയിലാണ് വോട്ടഭ്യർത്ഥിക്കുന്നത്. അദ്ദേഹം പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾ കയറിയും ജംഗ്ഷനിലുള്ള ആളുകളെയും ഒക്കെ കണ്ടാണ് അദ്ദേഹം വോട്ടഭ്യർത്ഥിക്കുന്നത്. അത്രമേല ജയ്യനായ ചൗക്കിദാർ, കരുതലിൻ തലോടലായ ചൗക്കിദാർ, അത്രമേല ജയ്യനായ ചൗക്കിദാർ. നിരവധി വിമർശനങ്ങളൊക്കെ അല്ലെങ്കിൽ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉയർന്നു. അത്തരം ആക്ഷേപങ്ങൾക്കെല്ലാം അങ്ങ് ഏത് രീതിയിലാണ് മറുപടി പറയുന്നത്? ഞാനൊരു കേരളീയനാണ്. ഇന്ന് ഉത്തരേന്ത്യയിലുള്ള രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്നത് വയനാട്ടിലാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇടുക്കിയിലാണ് മത്സരിച്ചത്. ഞാൻ BJPയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ ഭാരവാഹിത്വമുള്ള ആളാണ്. എവിടെ പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാലും എനിക്ക് മത്സരിക്കാൻ സാധിക്കും. തിരുവനന്തപുരത്താണെങ്കിലും ഒരു കാസർഗോഡ് വരെ
അപ്പോൾ കൊല്ലത്ത് വന്ന ഈ സന്തോഷം മാത്രമേ ഉള്ളൂ. കൊല്ലത്ത് ഞാൻ ഈ 2 ടേം ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. ആ സമയത്തുള്ള പ്രവർത്തന പരിചയം, പ്രവർത്തകരുമായുള്ള അടുപ്പം, ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഇത് എടുക്കുന്നത്. നല്ല പ്രവർത്തനമല്ലേ? കൊല്ലത്ത് വന്ന് ഇറങ്ങിയ അന്ന് മുതൽ തുടങ്ങിയ പ്രവർത്തനമാണ്. അത് ഞാൻ പറയാതെ തന്നെ മാധ്യമ സുഹൃത്ത് എല്ലാവർക്കും അറിയാമല്ലോ. നമുക്ക് കൊല്ലത്തിൻ്റെ തീരപ്രദേശങ്ങളിലേക്ക് പോയാൽ നമുക്കറിയാൻ സാധിക്കും അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. അവിടെ എത്രയോ മാസങ്ങളായി ഇവിടെ സമരം ചെയ്ത് തീരദേശത്ത് താമസിക്കുന്നവർ. അവിടെ കരിമണൽ ഖനനം എന്ന ഒരു പ്രവൃത്തി മാത്രമേ നടക്കുന്നുള്ളൂ. എത്രയോ പാവപ്പെട്ട ആളുകൾ ഭവനമില്ലാതിരിക്കുന്നു. എത്രയോ പാവപ്പെട്ടവർക്ക് കൃഷി മത്സ്യബന്ധനം നടത്താൻ പറ്റാതിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ പ്രശ്നങ്ങളിൽ ആരും കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു തീരപ്രദേശങ്ങളിൽ അതൊരു വലിയ ഒരു സംഭവമായി മാറും. BJP അതിന് ഈ തീരപ്രദേശത്തിൽ താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകാൻ ഞങ്ങൾ തയ്യാറാണ്. കർഷകർക്കു നന്മ ചെയ്യും ചൗക്കിദാർ, സ്ത്രീജനത്തിൻ രക്ഷയായ ചൗക്കിദാർ, യുവജനത്തിനൂർജമായ ചൗക്കിദാർ. ഈ കടുത്ത ചൂടിനെ നട്ടുച്ചയ്ക്കൊക്കെയുള്ള പ്രചരണത്തെ ഏത് രീതിയിലാണ് മറികടക്കുന്നത്? ഞാൻ ജീവിതത്തിൽ വളരെ പ്രതിബന്ധങ്ങളെല്ലാം തരണം ചെയ്ത് ഈശ്വരൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വളർന്നു വന്ന ഒരു മനുഷ്യനാണ്. പ്രകൃതിയുടെ നമ്മുടെ ഈ ചൂടുമൊക്കെ നമുക്ക് സഹിക്കാൻ തയ്യാറാണ്. നമ്മൾ അതിനനുസരിച്ച് നമ്മൾ പാകപ്പെടുത്തുകയാണ്. ഓരോ മനുഷ്യരും പ്രകൃതിക്കനുസരിച്ച് നമ്മൾ പാകപ്പെടുത്തുക. ചൂട് വരുമ്പോൾ അതനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ ആ ചൂടിന് ആധിക്യമുള്ള സമയത്ത് ഞങ്ങൾ മാറി ഞങ്ങൾ അതിനോട് താതാമ്യം പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾ പ്രവർത്തനം നടത്തുന്നു. ചൂടുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് ഓരോ സംവിധാനം 12 മണി ഞങ്ങൾ പ്രവർത്തിക്കും. അതിനുശേഷം ഞങ്ങൾ ഭവന സന്ദർശനമുണ്ട്. 3 ശേഷം ഞങ്ങൾ പുറത്തിറങ്ങും. ഇതൊക്കെ റൂട്ടീൻ വർക്കല്ലേ? തീർച്ചയായും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൻ്റെ എല്ലാ നിയമസഭാ നിയോജകമണ്ഡലങ്ങളിലെ എല്ലാ പ്രദേശങ്ങളിലും പരമാവധി നേരിട്ടെത്തി വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ്. അമ്മമാരുടെ, സഹോദരിമാരുടെ, യുവജനങ്ങളുടെ, വിദ്യാർത്ഥികളുടെ, തൊഴിലാളികളുടെ ആവേശജനമായ സ്വീകരണത്തിന് ആശീർവാദങ്ങൾക്ക് 1000 നന്ദി വിളിച്ചറിയിച്ചുകൊണ്ട് ശ്രീ NK പ്രേമചന്ദ്രൻ നിങ്ങളുടെ വോട്ടുകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് കടന്നു വരുന്നു. അമ്മമാരുടെ, സഹോദരിമാരുടെ, യുവജനങ്ങളുടെ, വിദ്യാർത്ഥികളുടെ, തൊഴിലാളികളുടെ കൊല്ലത്തെ ഏറ്റവും ശക്തമായ, ഏറ്റവും പ്രധാനമായ വ്യവസായ മേഖലകളിലൊന്നാണ് കശുവണ്ടി. അത്തരമൊരു കശുവണ്ടി വ്യവസായ ഫാക്ടറിയിലാണ് ഇന്ന് NK പ്രേമചന്ദ്രന്റെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ. അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട്, അതിശക്തമായ പ്രസംഗങ്ങളിലൂടെ, അതിശക്തമായ വാക്കുകളിലൂടെ, ധീരമായ നിലപാടുകളിലൂടെ തൊഴിലാളികൾക്ക് വേണ്ടി, തൊഴിലാളികളോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ശ്രീ NK പ്രേമചന്ദ്രൻ വീണ്ടും നിങ്ങളുടെ സമ്മതിദാനാവകാശം മൺവെട്ടിയും മൺകോരിയെയും മലയാളത്തിൽ രക്ഷപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കാൻ നിങ്ങളെ നേരിൽ കാണാൻ വീണ്ടും എത്തിച്ചേർന്നിരിക്കുക. പ്രളയം മുക്കിക്കൊന്നൊരു നാട്ടിൽ പ്രളയം പോലൊരു അഴിമതി ഭരണം, അധികാരത്തിൽ പത്തുപിടിച്ചൊരു മുഖ്യൻ നാടിന്റെ അപമാനം, രക്തത്തൊരു തീരാത്തൊരു പാർട്ടി, ധിക്കാരികളുടെ സ്വന്തം പാർട്ടി, കേരളമാകെ ഭരിച്ചു മുടിച്ച് ചോരപ്പുഴയുടെ നാടാക്കി. കൊല്ലത്ത് കനത്ത ചൂടാണ്. അതിനേക്കാൾ വലിയ ചൂടാണ് തെരഞ്ഞെടുപ്പിന്റേത്. മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ്, ആദ്യത്തെ ഗവൺമെന്റ് നടപ്പിലാക്കിയ തൊഴിലുറപ്പ് പദ്ധതി ഇന്ന് 250 രൂപയോളം നമ്മുടെ സഹോദരിമാരുടെ അക്കൗണ്ടിലേക്ക് ഓരോ ഗ്രാമാന്തരങ്ങളിൽ നിന്നും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിന് നീക്കിവെക്കുന്ന ഏറെക്കുറെ അത്രയും തുക നീക്കിവെച്ചുകൊണ്ട് ഈ രാജ്യത്തെ പാവപ്പെട്ട കർഷകരുടെ, നമ്മുടെ സഹോദരിമാരുടെ അക്കൗണ്ടിലേക്ക് നീക്കിവെക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി ഈ രാജ്യത്ത് നടപ്പിലാക്കിയത് UPA ഗവൺമെന്റാണ്. ശ്രീ NK പ്രേമചന്ദ്രൻ കടന്നു വരികയാണ്. വീട്ടുപടിക്കൽ കയറേണ്ട, ഒത്തുപിടിക്കാനീ വീട്ടുപടിക്കൽ കയറേണ്ട. ഇപ്പോൾ മധുരപ്പ എന്ന് പറയുന്ന സ്ഥലത്താണ്, പുള്ളൂർ നിയോജകമണ്ഡലത്തിലെ മധുരപ്പ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ സ്വീകരണം പുരോഗമിക്കുന്നത്. നിരവധി പേരാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് നിരവധി പേർ ഹസ്താനം ചെയ്തുമൊക്കെയും UDF പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. അദ്ദേഹം ആ സ്വീകരണം ഏറ്റുവാങ്ങിയതിനു ശേഷം പ്രവർത്തകരോട്, നാട്ടുകാരോട് സംസാരിക്കും. ഈ പ്രദേശത്തെ ജനനേതാക്കന്മാരോടൊപ്പം ഇതാ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്.
നാടിന്റെ മനസ്സിലൊരു, ഇവിടുത്തെ അമ്മമാരുടെ സഹോദരിമാരുടെ നെഞ്ചിലൊരു, ഈ നാടിനോടൊപ്പം സഞ്ചരിച്ച സഹയാത്രികൻ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ഇതാ നിങ്ങളുടെ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങും. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ശ്രീ എൻ കെ പ്രേമചന്ദ്രന്റെ പ്രചരണ പര്യടനം തുടരുകയാണ്. ഇപ്പോൾ ഏറെ ഗ്രാമപഞ്ചായത്തുകളിലെ പര്യടനമാണ് പുരോഗമിക്കുന്നത്. സ്ഥാനാർത്ഥി തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം ദേശീയ തലത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു മതേതര ജനാധിപത്യ ഗവൺമെന്റിനെ അധികാരത്തിലെത്തിക്കുക എന്നുള്ളത് തന്നെയാണ് മൗലികമായ രാഷ്ട്രീയ ദൗത്യം. ആ രാഷ്ട്രീയ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജനകീയ പോരാട്ടമാണ് ഇന്ത്യൻ ലോക്സഭയിലേക്ക് നടക്കുന്ന 17ാം ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ്. കൊല്ലം ലോക്സഭാ നിയോജക മണ്ഡലത്തിലും ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്ന മുഖ്യമായ രാഷ്ട്രീയ പ്രശ്നങ്ങളിലൊന്ന് ഒരു മതേതര ജനാധിപത്യ ഗവൺമെന്റിനെ വീണ്ടും ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ് ഞങ്ങൾ UDF ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ മുദ്രാവാക്യമായി മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കൂടി വരുന്ന സാഹചര്യത്തിൽ UDFന് സംസ്ഥാനത്ത് എത്രമാത്രം ഇതൊരു ഉണർവുണ്ടാകുന്നുണ്ട്? രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സംഘി ആര് എന്ന് കൃത്യമായി കേരളത്തിലെ ജനന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ചും തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. CPMന്റെ മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനിയുടെ മുഖപ്രസംഗത്തിൽ കഴിഞ്ഞ ദിവസം BJPക്കാർ പോലും പറയാൻ അറയ്ക്കുന്ന പദപ്രയോഗം ഉപയോഗിച്ച് പപ്പു എന്ന് വിളിച്ച് ആക്ഷേപിച്ചുകൊണ്ട് മുഖപ്രസംഗത്തിലൂടെ രാഹുൽ ഗാന്ധി അപമാനിച്ച CPMന്റെ വർഗീയ വിരുദ്ധ മുഖം പകൽ പോലെ കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത CPMഉം BJPയും തമ്മിൽ ഉണ്ടായിരുന്ന വളരെ രഹസ്യമായിട്ടുള്ള അവിശുദ്ധമായ അവിഹിതമായ രാഷ്ട്രീയ ധാരണ മറനീക്കി പുറത്തു വന്നു. സത്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മതേതര ജനാധിപത്യ വോട്ടുകളുടെ ഏകീകരണം വലിയ തോതിൽ കോൺഗ്രസിന് അനുകൂലമായി UDFന് അനുകൂലമായി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ UDFനുണ്ടാകാനുള്ള വലിയ മുന്നേറ്റം. ഈ നാടിൻ മനസ്സിലെന്നും പൊതുസമ്മതനാം പ്രേമചന്ദ്രൻ തൊഴിലാളികൾ കണ്ടൊരു കനവുകൾ സാർത്ഥകമാക്കിയ നായകൻ നന്ദിയോടെ ഓർത്തുവെക്കാം പ്രേമചന്ദ്രനെ വിജയി. സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ ഏത് രീതിയിലാണ് ഇവിടുത്തെ മത്സരം? കശുവണ്ടി തൊഴിലാളികളെ കബളിപ്പിച്ച് അധികാരത്തിൽ വന്ന ഗവൺമെന്റ് 1000 ദിവസങ്ങൾ പിന്നിടുമ്പോൾ പറഞ്ഞത് പ്രാവർത്തികമാക്കിയില്ല എന്ന് മാത്രമല്ല, കശുവണ്ടി വികസന കോർപ്പറേഷനെയും ക്യാപെക്സിനെയും നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് കാഷ്യൂ ബോർഡ് എന്നൊരു പുതിയ വെള്ളാനയെ സൃഷ്ടിച്ച് അതിലൂടെ വൻതോതിൽ കശുവണ്ടി വാങ്ങി അഴിമതി നടത്തുന്ന അവസ്ഥ കൂടി ഉണ്ടായിരിക്കുന്നു. അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് ശബരിമല യുവതീ പ്രവേശം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേരളത്തിലെ വിശ്വാസ സമൂഹത്തിന്റെ മുഴുവൻ വികാരങ്ങളെയും ചവിട്ടിമെതിച്ച് വ്രണപ്പെടുത്തി ഏകാധിപത്യ പ്രവണതകളോടുകൂടി ഫാസിസ്റ്റ് പ്രവണതകളോട് അധികാരത്തിലിരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റും ഈ തെരഞ്ഞെടുപ്പിൽ ഇതെല്ലാം വിഷയങ്ങളാണ്. ഈ നട്ടുച്ച വെയിലത്ത് ചുട്ടുപൊള്ളുന്ന ചൂടിനെ പോലും അവഗണിച്ചുകൊണ്ട് ആയിരക്കണക്കിന് വരുന്ന മുന്നണി പ്രവർത്തകരും ബഹുജനങ്ങളും നൽകുന്ന സ്വീകരണം ഇത് വിജയത്തിന്റെ ഒരു സൂചികയാണ്. ഈ അമ്മയെപ്പോലെ നിഷ്പക്ഷമതികളായിട്ടുള്ള വിശ്വാസ സമൂഹം ഞങ്ങളോടൊപ്പമാണ്. അവരെല്ലാവരും ഈ തെരഞ്ഞെടുപ്പ് അവർക്കൊന്നും ഒരു രാഷ്ട്രീയവുമില്ല, പക്ഷെ അവരൊക്കെ നല്ലതിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. അവരുടെ പിന്തുണ നിഷ്പക്ഷ ജനസമൂഹത്തിന്റെ സമ്പൂർണ്ണ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടാകുമെന്ന വലിയ ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 45 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന പ്രചരണ കാലഘട്ടമാണ്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ നട്ടുച്ച വെയിൽ അല്ലെങ്കിൽ കടുത്ത ചൂടാണ്. കാലാവസ്ഥയെ എങ്ങനെയാണ് അത്തരം ഒരു പ്രതികൂല കാലാവസ്ഥയെ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിജീവിക്കുന്നത്? ഇന്ന് ഞങ്ങൾ രാവിലെ 8:30 ആരംഭിച്ചതാണ്. ഇപ്പോൾ 2:05 ഇപ്പോൾ തന്നെ ഞങ്ങൾ 2.5 മണിക്കൂർ വൈകിയാണ് യാത്ര. പക്ഷെ ഈ കടുത്ത ചൂട് അല്ലെങ്കിൽ ഏറ്റവും വലിയ അത്യുഷ്ണത്തെ പോലും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്നത് മുന്നണി പ്രവർത്തകരുടെ ആവേശവും ബഹുജനങ്ങൾ നൽകുന്ന വലിയ സ്വീകാര്യതയും തന്നെയാണ്. അവർ നൽകുന്ന പിന്തുണയും ആവേശകരമായിട്ടുള്ള സഹായവും കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ കടുത്ത ചുട്ടുപൊള്ളുന്ന ചൂടിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്തും ശക്തിയും പ്രചോദനവുമായി മാറിത്തീരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ചൂടിനെ പോലും അവഗണിച്ചുകൊണ്ടുള്ള
ഉജ്ജ്വലമായി തെരഞ്ഞെടുപ്പ് പ്രചാര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നത്. വോട്ടില്ല വോട്ടില്ല ബിജെപിക്ക് വോട്ടില്ല, വിരിയില്ല വിരിയില്ല താമര ഇവിടെ വിരിയില്ല. വോട്ടില്ല വോട്ടില്ല LDFന് വോട്ടില്ല, ഉയരില്ല ഉയരില്ല ചെങ്കൊടി വിടിനി ഉയരില്ല. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ശ്രീ NK പ്രേമചന്ദ്രന്റെ സ്ഥാനാർത്ഥിക്കൊപ്പമുള്ള തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് ഇതുവരെ പങ്കുവച്ചത്. തെരഞ്ഞെടുപ്പ് രസം പുരോഗമിക്കുന്നു. ഈ നാടിനെ സ്നേഹിച്ച നിങ്ങളോടൊപ്പം സന്തത